ചെയ്തോ? ഈ മഖബറയിലേക്ക് വല്ലതും നേർച്ച നേർന്നോ? അവിടെ കിടക്കുന്നത് ചില്ലറക്കാരനല്ല, ഔലിയാക്കൾ പോലും ബഹുമാനിച്ചിരുന്ന വിലായത്തിന്റെ മർത്തബയിലെ രാജനാണ്. നിങ്ങളുടെ നാട്ടിൽ പടച്ചവൻ തന്ന സമ്മാനമാണ്, മദീനയിലെ സമ്മാന പൊതിയാണ്. മഹാനായ ഹാജ തങ്ങളെ കുറിച്ച് പറയാൻ അതാഉർ റസൂൽ എന്നാണ്. അതിന്റെ അർത്ഥം റസൂലുള്ളാഹിന്റെ സമ്മാനം എന്നാണ്. എന്നാൽ അജ്മീർ ഹാജയ്ക്ക് ശേഷം നമ്മുടെ മലയാളക്കരയിലേക്ക് മുത്തനബി കൊടുത്തയച്ച സമ്മാന പൊതിയാണ് മഹാനായ അശ്ശൈഖ് ഹംസ റളിയല്ലാഹു തആല അൻഹു. അവരുടെ പേരക്കുട്ടിയായ മദീനയുടെ സമ്മാന പൊതി തന്നെയാണ് അശ്ശൈഖ് അഹ്മദ് ദർവേശ് റഹിമഹുല്ലാഹ്. അവർക്ക് മദീനയിൽ നിന്ന് അകലാടേക്ക് വരാൻ വേണ്ടി റൂട്ട് മാപ്പ് കാണിച്ചു കൊടുത്തു. റസൂലുള്ള ഇടപെട്ടുകൊണ്ട് പോവാൻ വേണ്ടി പറഞ്ഞപ്പോൾ മദീന പിരിയുന്ന വിഷമം കൊണ്ട് ആ ആശിക്കായ മഹാ അഹമ്മദ് ദർവേശ് എന്ന ആശിക്കായ മഹാ മദീനയിൽ ചെറിയ കുട്ടിയെ പോലെ കരയുകയാണ്. من حب قلبي سيد الكونين حيا وميتا في التراب رميما صلوا عليه وسلموا تسليما. കാക്കത്തറയിലെ കാരണവരായ നികുതി നിഷേധ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച വെളിയങ്കോട്ടുമർക്കാതെ ഇത് പാടി പറഞ്ഞുവെങ്കിൽ അശ്ശൈഖ് അഹ്മദ് ദർവേശ് റഹിമഹുല്ലാഹ് അത് കണ്ണീരിലൂടെ മദീനയിലെ മൺതരയിൽ സമർപ്പിക്കുകയാണ്. നിലക്കാത്ത കണ്ണീർ പ്രവാഹമാണ്. മുത്ത് റസൂലുള്ളാഹിന്റെ നാട് പിരിയുന്നതിനുള്ള വിഷമമാണ്. അല്ലാഹുവിന്റെ റസൂൽ അവരോട് അകലാടേക്ക് വരാൻ വേണ്ടി മെസ്സേജ് കൊടുത്തിട്ടുണ്ടെങ്കിലും മഹബത്തിന്റെ ഊക്ക് കൊണ്ട് വരാൻ കഴിയാതെ അവര് നേരെ പോയത് ഉഹുദിലേക്കാണ്. ഉഹുദിന്റെ താഴ്വരയിൽ കിടക്കുന്ന അസദുല്ലാഹി ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹു ആവുന്ന മുത്ത് റസൂലുള്ളാഹിന്റെ പിതൃവ്യനായ ശുഹദാക്കളുടെ ഹെഡായ ശരീരം തിരിച്ചറിയാതെ മാംസകൂമ്പാരമായി പരലോക പൗരത്വം സ്വീകരിച്ച ഹംസത്തുൽ കർറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറുകൾ പോയി അശ്ശൈഖ് അഹ്മദ് ദർവേശ് റഹിമഹുല്ലാഹ് ചെറിയ കുട്ടിയെ പോലെ പൊട്ടി പൊട്ടി കരയുകയാണ്. എന്നിട്ട് ഹംസത്തുൽ കർറാറിനോട് പറയുകയാണ്, നിങ്ങളൊന്ന് ഇടപെട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു എനിക്ക് കുറച്ചുകൂടി മദീനയിൽ കഴിയാൻ ഒന്ന് റെക്കമെൻഡ് നടത്തുമോ? അങ്ങനെ മഹബത്തിന്റെ കൊലായിൽ നിന്ന് പിരിയാനുള്ള മടി കൊണ്ടും ഭയം കൊണ്ടോ അതെ ആ കൊലായിൽ നിന്ന് പിരിയാനുള്ള വിഷമം കൊണ്ട് പിന്നെയും റെക്കമെൻഡ് ചെയ്യിച്ച് അവിടെ നിന്നു. പിന്നെയും ഒരു കൊല്ലം ആ മദീനയിലുള്ള താമസം തുടരുകയാണ്. അപ്പോഴേക്ക് അഹ്മദ് ദർവേശ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരും ചൂരോ അവിടുത്തെ കറാമത്തും മദീനയും തൊട്ട ഭാഗങ്ങളിലുള്ള ഗ്രാമങ്ങളിലോ പ്രചാരം നേടുകയാണ്. ആളുകൾ അവരിലേക്ക് ത്വരീഖത്ത് വാങ്ങാൻ ഒഴുകുകയാണ്. മദീനയിലെ ഇമാമ് തന്നെയോ ഒരു ദിവസം കിടന്നിറങ്ങുന്ന സമയത്ത് അശ്ശൈഖ് അഹ്മദ് ദർവേശ് റഹിമഹുല്ലാഹ് അവർക്ക് പാല് കൊടുക്കുന്നത് കിനാവ് കാണുകയാണ്. മറ്റൊരിക്കൽ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പാല് കുടിക്കുന്നത് കിനാവ് കാണുകയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ടവര് ആ കിനാവിന്റെ പൊരുളായി വ്യാഖ്യാനിച്ചു. നിങ്ങൾക്ക് തരുന്ന പാലിന്റെ അർത്ഥോ നിങ്ങൾക്ക് ചൊല്ലാനുള്ള ദിക്ർ തരികയാണെന്ന നിലയില് മഹാനായ മദീനയിലെ ഇമാമ പോലോ നിങ്ങളുടെ നാട്ടുകാരനായ ഈ ഖബറിൽ കിടക്കുന്ന ഇവരുടെ വാപ്പയായ അഹ്മദ് ദർവേശ് തങ്ങളെ ശൈഖാക്കി ദിക്ർ വാങ്ങി മദീനയിലെ ഇമാമ പോലും അവരുടെ മുരീദായി. ഇതിലേറെ കറാമത്ത് വേണോ? ഇതിലേറെ പരലോക പത്രാസ് വേണോ? ഇതിലേറെ ആധ്യാത്മിക ക്വാളിറ്റി വേണോ? അവര് പ്രകാശത്തിന്റെ മകുടമാണ്. അവര് സിറാജ് മുനീറിന്റെ തോഴനാണ്. അവർ അല്ലാഹുവിന്റെ മുഹിബ്ബാണ്. അവർ അല്ലാഹുവിന്റെ ഇബാദിൽ മഹാനാണ്.
അവരുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. നാളെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് എനിക്ക് നാളെ പ്രോഗ്രാം വളരെ ദൂരെയാണ്. അതിന് മുമ്പ് നാളെ 3 പ്രോഗ്രാം ഉണ്ട്. രാവിലെ ഖുർആൻ ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഖുതുബക്ക് ശേഷം പ്രസംഗമുണ്ട്, അതിനുശേഷം രാത്രി ദൂരെ സ്ഥലത്ത് വാഴുന്നുണ്ട്. അതുകൊണ്ട് ഒന്ന് വന്നു പോകാമെന്ന് കരുതിയിട്ട് വന്നതാണ്. ദീർഘമായിട്ട് പ്രസംഗിക്കൽ ലക്ഷ്യമല്ല, വന്നു പോകലാണ് നമ്മുടെ ലക്ഷ്യം. സംസാരം ലക്ഷ്യമല്ല, സംബന്ധിക്കൽ. നമുക്ക് അവരെ മദത് കിട്ടണം. അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറയും. അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഇവിടെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഈ നാടിനും അള്ളാഹു തആല അവരെ മദത് പ്രദാനം. അവർക്കൊന്നും മരണമില്ല. മരണം എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും തൽക്കാലം പോയിനാ. ഇന്ത്യക്കാൽ ഹോകയ, ഇന്ത്യക്കാല ഇഹലോകവാസം വെടിഞ്ഞു എന്നല്ലോ മരണത്തെ കുറിച്ച് പറയാം. അതിനർത്ഥം ജീവിതം അവസാനിച്ചു എന്നല്ല. ഇഹലോകത്തെ വാസം വെടിഞ്ഞു, മറ്റൊരു സ്ഥലത്ത് വാസം തുടങ്ങി. നമ്മള് ദർവേഷ് മഹാനവരുകളെ പോലെയുള്ളവര് ഇഹലോക വാസം വെടിഞ്ഞാൽ മരിച്ചു എന്ന് പറയില്ല, വഫാത്തായി എന്നാ പറയാം. വഫാത്ത് എന്ന് പറഞ്ഞാൽ വഫ എന്നുള്ള ഫീൽ എന്ന് വന്നാണ്. അതിനർത്ഥം ഇവിടുത്തെ കോഴ്സ് പൂർത്തിയായി. ഇപ്പൊ അവർക്ക് പവർ കൂടി, കാരണം ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. ഇതുവരെ പരോളിനെ ഇടക്കിടക്ക് പുറത്തു പോയി വരും, ഇപ്പൊ ഫുള്ളായിട്ട് പോയി. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. അദ്ദുന്യാ സിജ്നുൽ അൽ മുഅ്മിൻ ദിസീന, അത് ഔലിയാക്കളാണ്. നമുക്ക് ദിസീന ആവാത്ത നമ്മൾ ഔലിയാക്കളാവത്തോണ്ടാണ്. നമ്മൾ ഔലിൽ നിന്ന ആൾക്കാർ. ഔലിയാക്കൾക്ക് സിജ്നാണ്. വഫാത്തോടു കൂടി അവർ സ്വതന്ത്ര ലോകത്തേക്ക് പോയി. ഇനി അവർക്ക് പവർ കൂടി. എന്തും കളിക്കാം, എവിടെയും പാറ, എവിടെ എത്താം, എന്തും കേൾക്കാം, എവിടെ ഇടപെടാം. അതിന് ആരും മീറ്റിംഗ് കൂടിയിട്ട് ചൊറിഞ്ഞിട്ട് കാര്യമില്ല. അത് അള്ള കൊടുക്കുന്നതാണ്. അതിന് നമ്മള് മീറ്റിംഗ് കൂടിയാൽ തിരുത്തൂല. അത് തലയിൽ കയറണമെങ്കിൽ മഹാന്മാരേറ്റവും സൂപത്തുണ്ടാവണം. ഡിക്ഷണറി വായിച്ചുകൊണ്ടൊന്നും തലയിൽ കയറും. ഇന്ന് ഡിക്ഷണറി മതമാണ്. അതുകൊണ്ട് പരിഹാസം കൂടിയത് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. മറജൽ ബഹറൈനി യൽതഖിയാ. ഇന്ന് രാവിലെ ഞാൻ ക്ലാസ് എടുത്തത് ഈ ആയത്താണ്. മറജൽ ബഹറൈനി യൽതഖിയാ. 2 ബഹർ, ഒന്ന് റൂഹ്, ഒന്ന് ഖൽബ്. ബൈനഹുമാ ബർസഖുൻ. അവ രണ്ടിന്റെ ഇടയിൽ അക്കലുണ്ട്. അതുകൊണ്ട് റൂഹ് കൽബിനെ കേടരുത്തില്ല, കൽബ് റൂഹിനെയും കേടരുത്തില്ല. യഖ്റുജു മിൻഹുമൽ ലുഅ്ലു വൽ മർജാൻ. ആ റൂഹിൽ നിന്നും കൽബിൽ നിന്നും പുറപ്പെടാണ്ട് മുത്തും പവിഴവും. ഏതാണത്? മഹബ്ബത്തും മാരിഫത്തും ആണ്. അത് കിട്ടിയ ആളാണെങ്കിൽ, അത് കിട്ടിയ ആളാണെങ്കിൽ കിടക്കുന്നത്, ഇവിടെ കിടക്കണത് കിട്ടിയാണ്. അതിന് പരസ്യമായ തഫ്സീർ 2 ബഹർ എന്ന് പറഞ്ഞാൽ 2 ബഹർ തന്നെയാണ്. 2 സമുദ്രം, ഉപ്പ് വെള്ളം, നല്ല വെള്ളം, രണ്ടും ഒരുമിച്ച് നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടാതെ ബർസഖ് ഉണ്ട് എന്നാണ് അതിന്റെ പരസ്യമായി അറിയപ്പെട്ട തഫ്സീർ. പക്ഷെ ഔലിയാക്കളെ ലോക തഫ്സീർ അതല്ല. 2 ബഹർ എന്ന് പറഞ്ഞാൽ ഒന്ന് റൂഹ്, ഒന്ന് കൽബ്. അല്ലെങ്കിൽ ഒന്ന് ദുനിയാവ്, ഒന്ന് ആഖിറം. അതിനിടയിൽ ബർസഖ് ഉണ്ട്, അത് ഖബറ. ആഖിറത്തൊക്കെ എത്തിയിട്ടില്ല, ദുനിയാവിന് ഒട്ടും ചെയ്ത് ഇടയിൽ ബർസഖ്. ഇനി അതിന് വേറെ വ്യാഖ്യാനമുണ്ട്. മറജൽ ബഹറൈനി യൽതഖിയാ. 2 ബഹർ. ഒരു ബഹർ അലി ഇബ്നു അബി ത്വാലിബ്, മറ്റൊരു ബഹർ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ. യഖ്റുജു മിൻഹുമാ ബൈനഹുമാ ബർസഖുൻ. ഫാത്തിമന്റെ അലിന്റെ റളിയല്ലാഹു അൻഹു ഇടയിൽ ബർസഖ് ഉണ്ട്. ഏതാ ബർസഖ്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരിഖൈനി ഉർബിൻ വമിൻ നജ്മി മൗലാ. അതൊന്നും ഇവിടെ ഉദ്ധരിക്കേണ്ട തഫ്സീറല്ല. അതൊക്കെ ഉലമാന്റെ ലോകത്ത് പ്രസംഗം കിട്ടുമ്പോൾ പറയുന്ന തഫ്സീറുകളാണ്. പക്ഷെ എന്റെ രസം കൊണ്ട് ഞാൻ അറിയാതെ പറഞ്ഞു പോയത്. മറജൽ ബഹ്റൈനി യൽതഖിയാൻ. ഒരു ബഹർ അലി ഇബ്നു അബി ത്വാലിബാണ്, മറ്റൊരു ബഹർ ഫാത്തിമത്തു സഹ്റ ബത്തൂലാണ്. ഇടയിലുള്ള ബർസഖ് മുഹമ്മദ് മുസ്തഫയാണ്. യഖ്റുജു മിൻഹുമാ. ആ അലിയാർ ഫാത്തിമ ഇരു ബഹറിൽ നിന്നും പുറപ്പെടും. അൽ ലുഅ്ലു വൽ മർജാൻ, അൽ ഹസൻ വൽ ഹുസൈൻ. അതല്ലയോ ലോകത്ത് മുത്തും പവിഴവും. അല്ലാഹു തആല ഖുർആന്റെ പ്രകാശം ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. തൊലിപ്പുറത്ത് കൂടി സഞ്ചരിച്ചിട്ട് ഇതന്നെയാണ് വലിയ ഇൽമ എന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം പഴിച്ചു പോകുന്ന അപകടത്തിൽ നിന്ന് അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഈ ഇൽമ ഊറ്റി കുടിച്ച ആളാണ് അക്കിടക്കുന്നത്. അതിന് അതിന്റെ ആൾക്കാരെടുത്ത് പോകണം. അപ്പോഴേ ബിസ്മിന്റെ മാനേജുള്ളൂ. ബിസ്മിന്റെ മാന പരമകാരനിങ്ങനെ കരുണാനിധിയൊന്നുമല്ല. 2 ആളും മരിച്ചു കിണിഞ്ഞു പൈമ കൂടാതെ കണ്ടു. ഇസ്മിന്റെ മാനങ്ങൾക്ക് പഠിക്കണോ? ബാ എന്നുള്ള അക്ഷരം വെക്കുക. 3 മണിക്കൂർ ഞാൻ ദർശനം എടുത്തു തരാം. അള്ളാന്റെ തോപ്പിക്ക്. ഞാൻ ഒരു ആലിമൊന്നല്ല, പക്ഷെ അതൊക്കെ രസമല്ല. ബാ എന്നുള്ള അക്ഷരം എടുക്കുക. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുള്ള എനിക്കൊന്ന് വിശദീകരിക്കണതിൽ ചുരുങ്ങിയ 10 ദിവസം. ഞാനത് ഫഖർ പറയില്ല.
ബോധ്യപ്പെട്ടത് പറഞ്ഞു. പക്ഷെ തൊലിമക്കൂടി പോയതൊന്നും തിരിയില്ല. നമ്മള് കുറച്ച് ഇബാറത്തേറ്റ് നടക്കുക, അത് തന്നെയാണ് വലിയ അതൊന്നല്ലൂടെ അതിന്റെ ഉള്ളിലേക്ക് കയറി അപ്പോഴേ മുത്തും പവിഴുള്ളൂ. വലഹുൽ ജവാരിൽ മുൻശാഅത്തു, അള്ളാഹുവിന് കപ്പലുണ്ട് എന്ന് പറഞ്ഞു. ഫിൽ ബഹരി, സമുദ്രത്തിൽ, കല്ല അലാ, മലകളെ പോലത്തെ കപ്പല്. സൂറത്തു റഹ്മാന അതിന്റെ അറിയപ്പെട്ട തഫ്സീർ സമുദ്രത്തിലെ കപ്പൽ തന്നെയാണ്. പക്ഷെ സൂഫിയാകളെ തഫ്സീർ എടുത്തു, അതിൽ കാണാ ആ കപ്പല് ശരീഅത്താണ്, ആ ബഹർ ത്വരീഖത്താണ്. അതിൽ കയറ്റിയ ചരക്കുകൾ മുത്തും പവിഴുമാണ്. ഇതൊന്നുമില്ലാതെ പൊളിഞ്ഞ കപ്പലിൽ ഇരുന്നിട്ട് പാട്ട് കേട്ടിട്ട് തന്നെ വലിയ ഇൽമെന്ന് മനസ്സിലാക്കി. കപ്പലിൽ കയറി നിന്നിട്ട് പാട്ട് കേട്ടിട്ട് കാലാട്ടിയ പോലെ യാത്ര നിർവേശങ്ങൾ യാത്ര ചെയ്തു. യാത്ര ചെയ്യണം, യാത്ര ചെയ്യണം, ഇലാഹിലേക്ക് യാത്ര ചെയ്യണം. അവിടെ നിന്ന് കുടിക്കണം, ഇവിടെ നിന്ന് കുടിക്കണം, ആച്ചാറ് തോണ്ടണം. അങ്ങനെ തോണ്ടി തോണ്ടി അവസാനം നല്ലൊരു ജ്യൂസ് നമുക്ക് കിട്ടും. അപ്പൊ അടങ്ങും. പലരും നമ്മളെ മക്കാറാക്കണ പറയും ഞാനീ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ തുടരും ഞാനീ പോക്ക്. പലരും നമ്മളെ മക്കാറാക്കണ പറയും ഞാനീ ഹക്ക്. പലരും നമ്മളെ പിരാന്തനാക്കണ തുടരും ഞാനീ പോക്ക്. ഇത് പറയുമ്പോ ആളുകൾ മക്കാറാക്കും. പ്രശ്നമില്ല. ഇതും ഇച്ചമസ്താൻ പാടിയാണ്. ഇതും ഇച്ചമസ്താൻ പാടിയതാണ്. മാത്രല്ല പൊന്നാനിയിൽ ഒരു അബൂബക്കർ മാഷ് ഉണ്ടായിരുന്നു, മൂപ്പര് പാടിയാണെന്നുള്ള അഭിപ്രായമുണ്ട്. രണ്ടും മസ്താന്മാര് മാഷ് തന്നെയാണ്. പക്ഷെ തലക്ക് തൗഹീദ് വരെ പിന്നെ മസ്താനാവും. ഈ മാഷ് എഞ്ചിനീയർ പോലീസ് എന്ന് പറയുന്നത് ബലം പിടിച്ച് നിൽക്കുന്നുണ്ടല്ലോ. ഇതൊന്നും കിട്ടാത്തതുകൊണ്ട് കിട്ടാലാണ്ട് കിട്ടിയ ഒക്കാണ് താവും. ഞാൻ മിഞ്ഞാന്ന് വേല പറഞ്ഞപ്പോ എന്റെ മുമ്പിൽ ഒരു മാഷ് ഉണ്ടായിരുന്നു, ഹൈസ്കൂളിലെ മാഷാണ്. തൊപ്പിയുണ്ട്, ആടിയുണ്ട്, നല്ല ദീനുണ്ട്. ഞാൻ ചോദിച്ചു ഹൈസ്കൂളിലെ ഇംഗ്ലീഷിന്റെ മാഷെന്ത് അങ്ങനെ? എന്ത് ഇംഗ്ലീഷ് ഉസ്താദ്? കിട്ടാളാണ് കിട്ടി, എന്ത് ഇംഗ്ലീഷാ? അതൊക്കെ തൊലിപ്പുറത്ത് കൂടി ഇങ്ങനെ പോകുന്നല്ലാതെ ഉള്ളിലേക്ക് കയറാനുള്ള മരുന്നാണ്ട് കയറിയാലേ കിട്ടാളെ കിട്ടിയാല് പിന്നെ അവൻ ആഘോഷാണ്. അവൻ ആഘോഷ. അതല്ലേ ഹല്ലാജ് റഹ്മുള്ള അടിയണ്ട് കിട്ടിയിട്ട് എല്ലാം കൂടെ കുട്ടി. അവര് പറഞ്ഞ നാട്ടിലേക്ക് മനസ്സിലായില്ല. അടിയിട്ടിട്ട് വാരിയിൽ പൊട്ടി ജയിലിൽ കൊണ്ടുപോയി. അപ്പൊ രാത്രിയിൽ ഹല്ലാജ് റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് പറയാണ്, ഇപ്പോഴാണ് അൽക്കിനോട് സ്നേഹം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കണത്. എല്ലു ഒട്ടിയപ്പോഴേ നമ്മളാണ് എന്താ പറയാ, എന്താ അള്ളാഹിനെ ഇങ്ങനെ ഇടങ്ങറാക്കണതല്ല അവര്. അല്ലാതെ അള്ളാഹിനോട് പറയാ, എനിക്ക് എന്നോട് ഇത്ര സ്നേഹം എന്നുള്ള ഞാൻ എപ്പോഴാ മനസ്സിലാക്കണത്. കാരണം എന്താ, എല്ല് പൊട്ടിയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടോണ്ട് ഇനിയിപ്പോ നാട്ടുകാരുടെ ശല്യം ഉണ്ടാവില്ലേ, നമുക്കൊന്ന് സ്വസ്ഥായിട്ട് വർത്താനം പറക്കില്ല. സുബ്ഹാനല്ലാഹ്. പലരും നമ്മളെ മക്കാറാക്കണ പറയും ഞാനീ ഹത്ത്. പലരും നമ്മളെ പിരാന്തനാക്കണേ തുടരും ഞാനീ പോക്കേ. പവിഴ പുറ്റുകളൊന്നു നനച്ചത് പാമ്പിൻ പോത്തുകളാണ്. പനനീർ തുള്ളികളൊന്നു നനച്ചത് കണ്ണീർ ചാലുകളാണ്. കണ്ണീർ ചാലുകളാണ്. അല്ലാഹു തആല നാഫിയ ഇൽമക്കം പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ്. അപ്പ അതിന്റെ മേലും പറയും, കേടവിടെ വെളുക്കാണ്ട് കത്തും. അവർക്ക് ലാമ്പും വേണ്ട, തീപ്പെട്ടിയും വേണ്ട, റിമോട്ടും വേണ്ട, ഒന്നും ആവശ്യമില്ല. അവർക്കെന്ത് ആന, അവർക്കെന്ത് കടുവ, അവർക്കെന്ത് പുലി, അവർക്കെന്ത് പാമ്പ്, അവർക്കെന്ത് അവർ ഇതിന്റെ ഒക്കെ റബ്ബിനെയാണ് നോക്കണേ. ഈ സാധനങ്ങളല്ല. ഈ സാധനങ്ങൾ അവർ നോക്കൂല. ഒരു പുലി ഓടി വരുമ്പോ നമ്മള് നോക്കണ പുലിന്റെ വൽപ്പ, ഔലിയാക്കൾ നോക്കണ അള്ളാന്റെ വൽപ്പ. അപ്പൊ പുലി അവിടെ. അതാണ് നമ്മൾ അവരിൽ നിന്നുള്ള വ്യത്യാസം. നമ്മള് നോക്കണേ അള്ളാ ആനാന്നാ, ഔലിയാക്കൾ നോക്കണേ ആനന്റെ അള്ളാന്നാ. നമ്മൾ അള്ളാന്റെ ആനന്റെ അടുത്താളല്ലേ, അവര് ആനന്റെ അള്ളാന്റെ അടുത്താണ്. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. അവർക്ക് പേടിയില്ല, ഭീതിയില്ല, ടെൻഷനില്ല, ഡിപ്രഷൻ ഇല്ല, അവർക്ക് വിഷാദ രോഗമില്ല, ഒന്നുമില്ല. അവരുടെ ലക്ഷ്യം അല്ലാഹു 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 അല്ലാഹു
അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു അല്ലാഹു. കേട്ടണ ആ പാട്ടൊക്കെ കേട്ടണ? ഞാനൊക്കെ ആ പാട്ട് കേട്ടിട്ട് ആ പാട്ടൊക്കെ സടകുടഞ്ഞ് എഴുന്നേറ്റത്. എന്റെ വാപ്പ ഞങ്ങൾ കേൾപ്പിച്ചിരുന്ന ആ പാട്ടൊക്കെ. അല്ല സുക്കൂർ സുന്ദരനൊന്നും അന്നില്ല. ഇപ്പൊ ഏതാ പുതിയതെന്ന് എനിക്കറിയില്ല. അന്ന് ഞങ്ങളൊക്കെ ചവിട്ടിക്ക് കയറ്റിയ അള്ളേ റസൂലും മക്ക മദീനയാണ്. ഇപ്പത്തെ കുട്ടികളുടെ അവസ്ഥ എന്താണ്? ഇപ്പൊ കുട്ടികൾ തന്നെ കിട്ടണില്ലല്ലോ. ഇപ്പൊ കണ്ട സാസിലൊന്നും ചെറുപ്പക്കാർ കുറവല്ലേ? എന്നാ അവിടെ ചെമ്പ് വെച്ച് നോക്കാൻ എന്നിട്ട് പുക ഇങ്ങനെ പോയോക്കട്ടെ, ശ്വാസം വിടാൻ സ്ഥലം ഉണ്ടാവില്ല. കാരണം അത് പള്ളിക്കുള്ളതാണ്. ഓർക്ക് തിന്നണം കൂത്താടണം എന്നല്ലാതെ വേറെന്താ? ആനകളെപ്പോലെ ചവിട്ടി മതിച്ചും പുലികളെപ്പോലെ കടിച്ചു കീറിയും പാമ്പുകളെപ്പോലെ വിഷമോതിയും തേളുകളെപ്പോലെ കുത്തിനോവിച്ചും പെരിച്ചായികളെപ്പോലെ ഉറക്കൊഴിച്ചും നടക്കുന്ന അലമ്പുകളായി ചവറുകളായി ഓരോ മഹല്ലുകളിലും ചെറുപ്പക്കാർ അതപ്പതിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരെ പിടിച്ച് കെട്ടിയിടാൻ കഴിയണം. ഈ കുറ്റിയിലെ ദർവേശിന്റെ ഇഷ്കില് അശൈഖ് അഹ്മദ് റളിയല്ലാഹു തആല സ്ഥാപിച്ച പാതയില് അവര് കൊളുത്തിയ ഒരു ദീപമുണ്ട്. അത് മദീനയിലെ ദീപമാണ്. അത് അണയാത്ത ദീപമാണ്. ആ പ്രകാശധാരയിലൂടെ സഞ്ചരിച്ചാൽ ചിരിച്ച് കലിമ ചൊല്ലി നല്ലൊരു സമയത്ത് പരലോക പൗരത്വം സ്വീകരിക്കാൻ കഴിയും. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ഇവിടെ പങ്കെടുത്ത നമുക്ക് മുഴുവനും അശൈഖ് അഹ്മദ് ദർവേശ് റഹിമഹുല്ലാഹ് അവരെ മദദ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നാളെ ഇവിടെ അന്നദാനമൊക്കെ നടക്കുന്നുണ്ട്. അടുത്ത കൊല്ലം ഇൻഷാ അല്ലാഹ് കേമമായി പരിപാടി സംഘടിപ്പിക്കാം. ഓരോ കൊല്ലവും സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്ക് അതിന്റെ മുമ്പത്തെ ഉറൂസില് അന്നദാനത്തിലേക്ക് അരിയും മാംസമൊക്കെ വാങ്ങാറുണ്ട് എന്നാണ് എന്റെ എളിയ അറിവ്. അടുത്ത വർഷത്തിലേക്ക് 10 ചാക്ക അരിയാണ് ഇവിടെ നിലവിൽ ഇപ്പൊ കിട്ടിയത്. 50 ചാക്കോളം അരി വേണ്ടി വരും ഇൻഷാ അല്ലാഹ്. ഈ സദസ്സിൽ നിന്ന് ചെറിയ സദസ്സാണ്. പെണ്ണുങ്ങൾ കുറെ ഉണ്ട് എന്നാണ് സംഘാടകർ പറഞ്ഞത്. ആണുങ്ങള് ഇവിടുത്തെ അപേക്ഷിച്ച് വലിയ സദസ്സ് തന്നെയാണ്. പക്ഷെ ഒരു ഇൽമിന്റെ സാസ്യം എന്നാൽക്ക് ചെറിയ സാസാണ്. അകലാടേക്ക് അപേക്ഷിച്ച് വലിയ സാസ്യമാണ്. ഏതായാലാവട്ടെ, പറ്റുന്ന ആളുകളൊക്കെ അതിൽ നന്നായി ഒന്ന് പങ്കെടുക്കുക. അടുത്ത വർഷത്തെ ഉറൂസിലേക്ക് അല്ലാഹു തആല നമ്മൾക്ക് എങ്ങാനും അതിന്റെ ഇടയിൽ വലിയ മുസീബത്തും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പവർ കൊണ്ട് അല്ലാഹു തആല ഒഴിവാക്കി തരട്ടെ. ഒരു ചാക്ക അരിക്ക് എത്ര? 3000 അല്ലേ? ഒരു ചാക്കരിക്ക് 3000 ഇൻഷാ അല്ലാഹ്. ദർവേശ് തങ്ങളുടെ ഹദ്റത്തിലേക്ക് അല്ലാഹു ഇരുലോകത്തോ ഇസ്സത്ത് തരാനും ബുദ്ധിമുട്ടുകൾ നീക്കാനും ഒരു അരച്ചാക്ക ഞാൻ ആദ്യം പറഞ്ഞ ആള് ഇൻഷാ അല്ലാഹ്. അതിന്റെ പൈസ ഞാൻ കൊടുക്കാം.